അസ്സലാമലൈക്കും. വളരെ സുന്ദരമായ പ്രഭാതങ്ങളും പ്രദോഷങ്ങളും കടന്നുകൊണ്ട് തോട്ടത്തുംപടിയിലെ ഓരോ രാപ്പകലുകൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. സൂഫിസത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സൂഫിസം എന്ന വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നവർക്ക് എങ്ങനെയാണ് ഒരു മനുഷ്യൻ ആ മേഖലയിലേക്ക് വന്നെത്തപ്പെടുന്നത് എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള ഒരു ധാരണയുണ്ടാക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഈ വിഷയങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലോകത്തെ നന്നാക്കാൻ നമുക്ക് ആർക്കും കഴിയില്ല. ലോകത്ത് പല മതങ്ങളും ആ പല മതങ്ങൾക്ക് പലതരത്തിലുള്ള വിശ്വാസങ്ങളും അവർക്കതിൻ്റെതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ട്. പരസ്പരം മത്സരങ്ങൾ നടത്തിക്കൊണ്ടാണ് ഇന്ന് പല മതങ്ങളും മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ പരിഹസിക്കുകയും ആ പരിഹാസത്തിലെ മറികടക്കാൻ ഈ വിഭാഗം മറ്റു വിഭാഗത്തെ പരിഹസിക്കുകയും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിഹാസങ്ങളുടെ കഥാപാത്രങ്ങളായിക്കൊണ്ടാണ് ഇന്ന് നമ്മുടെ രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയക്കാർക്കും അതുപോലെയുള്ള മേലുദ്യോഗസ്ഥർക്കുമെല്ലാം അവരുടേതായ കാര്യനേട്ടങ്ങൾക്ക് വേണ്ടി ഏറ്റവും എളുപ്പത്തിൽ ആയുധമാക്കാൻ പറ്റുന്ന ഒന്നാണല്ലോ മതം. അത് ഇക്കാലത്തുള്ളതല്ല, ബ്രിട്ടീഷുകാരുടെ കാലം മുതലേ അത് പ്ലാനിങ്ങിലൂടെ നടത്തിക്കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. അതെല്ലാം രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും ഒക്കെ അരങ്ങേറുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഭൗതിക താല്പര്യങ്ങളുള്ള വ്യക്തികൾ തമ്മിലുള്ള യുദ്ധങ്ങളാണ്. എങ്കിൽ സൂഫിസത്തിൽ അത്തരം ഒരു യുദ്ധം നമുക്ക് കാണാൻ കഴിയില്ല. കാരണം സൂഫികൾ അത് ഉപേക്ഷിച്ചവരാണ്. അവർ ഈ ലോകത്തിലെ ഭൗതികമായ താല്പര്യങ്ങളെക്കുറിച്ച് പരിശോധന നടത്തുന്നില്ല. മറിച്ച് അവർ അവരുടെ ജീവിതത്തിലെ അവരുടെ ശരീരത്തിൻ്റെ ഉള്ളിലെ അവരെ ചീത്തയാക്കുന്ന പ്രക്രിയകളെ പറിച്ചു കളയാനുള്ള പങ്കപ്പാടുകൾ നടത്തിപ്പോകുന്നവരാണ് സൂഫികൾ എന്ന് പറയുന്നത്. ഒരു മുള്ളുള്ള മരം, ആ മരത്തിൽ നിന്ന് മുള്ളിനെ കംപ്ലീറ്റ് കളയുന്നത് പോലെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന സർവ വികാര വിചാര ചിന്തകളെയെല്ലാം ഭൗതിക താല്പര്യങ്ങളിൽ നിന്ന് മാറ്റി ആത്മീയ താല്പര്യങ്ങളിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു യുദ്ധമാണ് ഒരു ഷെയ്ഖ് മുരീദ് ബന്ധത്തിലൂടെ നടക്കുന്നത്. ഷെയ്ഖിന് ഈ ദുനിയാവിൽ നിന്നൊന്നും ആവശ്യമില്ല. അതേപോലെ ദുനിയാവിലെ ആവശ്യങ്ങളുമായി ഓടി നടന്ന ഒരു വ്യക്തി ആ ഷെയ്ഖിനെ പിൻപറ്റുമ്പോൾ അവൻ ആ ഷെയ്ഖിൻ്റെ സ്വഭാവത്തിലേക്ക് അലിഞ്ഞു ചേരാനായി എടുക്കുന്ന പരിത്യാഗമാണ് സൂഫിസത്തിലൂടെ ഓരോ വ്യക്തികളും അനുഭവിക്കുന്നത്. പല ആളുകളും പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിങ്ങളെ കരിവാരിത്തേക്കുന്ന ഒരു പ്രക്രിയ നമ്മുടെ നാട്ടിൽ സുലഭമായി കാണുന്നുണ്ട്. മദ്രസയിൽ പോയി പഠിക്കുന്നത് യുദ്ധമാണെന്ന്. ഏതോ ഒരു കാലഘട്ടത്തിൽ നടന്നുപോയ സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ഇന്നത്തെ കാലത്ത് എല്ലാവരെയും അതേ കണ്ണുകൊണ്ട് കാണുന്ന തിമിരം ബാധിച്ച രാഷ്ട്രീയ നേതാക്കന്മാർ അവരുടെ കസേര ഉറപ്പിക്കുന്നതിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന തന്ത്രമാണ് അത് എന്ന് എല്ലാവരും മനസ്സിലാക്കുക. എങ്കിലും നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ വിഷയം സൂഫിസവുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ് സൂഫിസം? സൂഫിസം എന്ന് പറയുന്നത് ഒരു മുസ്ലിമിൽ മാത്രം നിലകൊള്ളുന്നതല്ല. എല്ലാ മനുഷ്യരാശികളും ഈ ലോകത്ത് ജനിക്കുകയും ജീവിക്കുകയും അതുപോലെ തന്നെ മരിക്കുകയും ചെയ്യേണ്ടവരാണെന്നുള്ള ബോധം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു അവസ്ഥാന്തരമാണ് ശരീഅത്ത് എന്ന് പറയുന്ന ഭൗതിക താല്പര്യങ്ങളും ഹക്കീക്കത്ത് എന്ന് പറയുന്ന അവൻ്റെ മാനസികാവസ്ഥയെ ശരിയാക്കിയെടുക്കാനുള്ള പരിത്യാഗവും മഹരിഫത്ത് എന്ന് പറയുന്ന ദൈവത്തിലേക്കുള്ള അവൻ്റെ നീക്കവും. ഈ മൂന്ന് അവസ്ഥകളിലേക്ക് എത്തപ്പെടാനുള്ള ഒരു മനുഷ്യൻ്റെ പ്രയാണമാണ് സൂഫിസത്തിലൂടെ കാണാൻ കഴിയുന്നത്. വലിയ വലിയ ആലിമീങ്ങൾ അറബി വാക്കുകൾ പ്രയോഗിച്ച് അർത്ഥം വെക്കുന്നത് പോലെ അർത്ഥം വെക്കാനൊന്നും എനിക്കറിയില്ല. എങ്കിലും എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്.
ഞാൻ മദ്രസയിൽ പോയി ഒന്നും പഠിച്ചിട്ടില്ല, മറിച്ച് ഞാൻ പഠിച്ചതൊരു സൂഫി ഗുരുവിൻ്റെ അരികിൽ നിന്നാണ്. സൂഫിസത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിയുടെ കൂടെയുള്ള എൻ്റെ ജീവിതമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. തെറ്റും ശരിയുമില്ലാത്തൊരു മനുഷ്യൻ ഈ ലോകത്തില്ല. അബദ്ധങ്ങൾ മനുഷ്യർക്ക് സംഭവിക്കും. ഓരോ അബദ്ധങ്ങളും വീണ്ടും വീണ്ടും പുനർ സൃഷ്ടിക്കലല്ല, മറിച്ച് ഓരോ അബദ്ധങ്ങളിൽ നിന്നും സ്വയം മാറി മാറി പോകലാണ്. എങ്കിലും പിന്നെയും പിന്നെയും നമ്മളെ പല വിഷയങ്ങളും വേട്ടയാടിക്കൊണ്ടിരിക്കും. കാരണം നമ്മൾ എത്രത്തോളം ക്ലിയറായി എന്നറിയാനുള്ളൊരു പരിശോധനയായിട്ടാണ് സൂഫി മാർഗത്തിലൂടെ നമുക്ക് നോക്കിക്കാണാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തെറ്റ് പറ്റാതെ സുരക്ഷിതനായി ഇരിക്കാമെന്നൊന്നും കരുതണ്ട. തെറ്റുകൾ പറ്റിക്കൊണ്ടേയിരിക്കും, അതിനെ തിരുത്തിക്കൊണ്ടേയിരിക്കുക. ഒരു വീട്, ആ വീട് അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടാൽ വീണ്ടും പൊടി കയറുന്നത് പോലെ, ഒരു മനുഷ്യൻ കുളിച്ച് വൃത്തിയായാൽ വീണ്ടും അവൻ വിയർക്കുന്നത് പോലെ, ഒരു വസ്ത്രം അലക്ക് വൃത്തിയാക്കിയാൽ അത് വീണ്ടും മുഷിയുന്നത് പോലെ മനുഷ്യന്റെ മനസ്സും അവന്റെ പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് മുഷിയുന്നതാണ്. ശരീരം നമുക്ക് സുഗന്ധമായ സോപ്പ് തേച്ച് വൃത്തിയാക്കി മെനയാക്കി കൊണ്ടുവെക്കാമെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ സംസാരിച്ച സംസാരങ്ങളും നമ്മൾ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളുമെല്ലാം നമ്മുടെ മനസ്സിനെ അശുദ്ധമാക്കിയിട്ടുണ്ട്. അതിനെ ശുദ്ധമാക്കാനുള്ള പ്രക്രിയ ആരും എടുക്കുന്നില്ല. അത്തരം ആളുകളാണ് ഭൗതികമായ രീതിയിൽ ജീവിച്ച് വല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് കടന്നു പോകുന്നത്, ഉത്തരം കിട്ടാതെ ആത്മഹത്യയുടെ വക്കിലേക്ക് കടന്നു പോകുന്നത്, ഗത്യന്തരമില്ലാതെ കൊല്ലപ്പെടുന്നത്. ഇതെല്ലാം അവൻ്റെ ആത്മാവിൻ്റെ നാശമാണ്. ആത്മാവിനെ സംരക്ഷിക്കാൻ ആരുമില്ലാതെ ആയി പോകുമ്പോഴാണ് ഇത്തരം അവസ്ഥകൾ അവനെ പിടികൂടുന്നത്. അപ്പോൾ വലിയ വലിയ മാനസിക സംഘർഷങ്ങൾ കടന്നു വരുമ്പോഴും അത്തരം ചിന്തകൾ തലച്ചോറിൻ്റെ ഉള്ളിൽ ഉടലെടുത്താൽ പോലും അതിനെ തട്ടിമാറ്റുന്ന ഒരു പ്രവൃത്തിയാണ് സൂഫി മേഖലയിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു വലിയ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ തോട്ടത്തുംപടി മഹലിലെ ഓരോ രാത്രികളും ആനന്ദത്തോടെ ആസ്വദിക്കുമ്പോൾ ആ ഗുരുനാഥനിലൂടെ ഞങ്ങൾ ഒരു കല്യാണത്തിന് പോവുകയുണ്ടായി. അങ്ങനെ ഞങ്ങൾ കായംകുളത്ത് സാലി എന്നു പേരുള്ള ഒരാളുടെ വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ കല്യാണത്തിന് ക്ഷണിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് ആളുകൾ ചേർന്ന് ഇവിടെ നിന്ന് കായംകുളത്തേക്ക് യാത്ര പുറപ്പെടുകയാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഒരു ദൂരയാത്ര ഞാൻ ആദ്യമായി നടത്തുകയാണ്. എങ്ങും അധികം പോയിട്ടൊന്നുമില്ല. അന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ഞങ്ങൾക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാൻ കിട്ടിയ ഒരു സന്തോഷകരമായ ആ ഒരു ദിവസം ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കായംകുളത്തേക്ക് യാത്ര പുറപ്പെട്ടു. പല വിഷയങ്ങളും വണ്ടിയിലിരുന്ന് ചർച്ച ചെയ്തും അതുപോലെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചുമൊക്കെ ഞങ്ങൾ കായംകുളം എത്തി. അങ്ങനെ കായംകുളത്തെത്തിക്കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ഒരു പള്ളിയിൽ നമസ്കരിക്കുവാൻ വേണ്ടി ഞങ്ങളെല്ലാവരും കൂടി കയറി. ആ പള്ളിയിലെ ഹൗദ് എന്ന് പറയുന്നത് ആ പള്ളിയുടെ മുറ്റത്തായിട്ടുള്ള ഒരു കുളമായിരുന്നു. പലരും അവിടെ നിന്ന് ഒളു എടുത്ത് പള്ളിയിലേക്ക് കയറിപ്പോയപ്പോൾ ഞാനും അവിടെ നിന്ന് ഒളു എടുത്ത് കയറി വരുമ്പോൾ എൻ്റെ ശ്രദ്ധയിൽ ആ മുറ്റത്ത് കിടക്കുന്ന ഒരു കല്ല് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ കല്ല് കാണാൻ ഒരു പ്രത്യേക ഭംഗി, വളരെ ചെറിയൊരു കല്ല്. ആ കല്ലിൻ്റെ ഭംഗി കണ്ടുകൊണ്ട് ഞാൻ ആ കല്ലെടുത്ത് പോക്കറ്റിലിട്ടു. അങ്ങനെ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ കയറി. അങ്ങനെ നമസ്കാരവും കഴിഞ്ഞ് ഈ പറയുന്ന കല്യാണ വീട്ടിലേക്ക് യാത്ര പുറപ്പെട്ടു. അങ്ങനെ ആ കല്യാണ വീട്ടിൽ വന്നുകൊണ്ട് എല്ലാവരും ആ കല്യാണവുമായി ബന്ധപ്പെട്ട അവിടുത്തെ ആ കല്യാണ ചെക്കനെ കാണുകയും സംസാരിക്കുകയും അവർ തരുന്ന സൽക്കാരങ്ങളിലൊക്കെ പങ്കുകൊള്ളുകയും ചെയ്തുകൊണ്ട് ഞങ്ങളിരിക്കുമ്പോൾ എൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന കല്ല് ഞാൻ മെല്ലെ പുറത്തെടുത്ത് അത് ഹംസക്കോയെ കാട്ടിയിട്ട് പറഞ്ഞു, ഹംസക്കോയ, ഈ കല്ല് നോക്കൂ, എങ്ങനെയുണ്ട്, നല്ല രസമില്ലേ കാണാൻ. സത്യത്തിൽ അവരെല്ലാം ആശ്ചര്യത്തോടു കൂടി ആ കല്ലിനെ നോക്കി. അങ്ങനെ ഞങ്ങൾ പരസ്പരം ആ കല്ലുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് നമ്മുടെ ഉസ്താദ് കടന്നു വന്നു. ആ കല്ല് കണ്ടു. അദ്ദേഹം ആ കല്ല് വാങ്ങിച്ചു. അദ്ദേഹം തിരിച്ചും മറിച്ചുമൊക്കെ നോക്കിയിട്ട് എന്നോട് ചോദിച്ചു, എവിടുന്ന് കിട്ടി ഈ കല്ല്? എനിക്ക് വല്ലാത്തൊരു ടെൻഷനായി. ഞാൻ പറഞ്ഞു, അത് ആ പള്ളിയിൽ നിസ്കരിക്കാൻ കയറിയപ്പോൾ അതിൻ്റെ മുറ്റത്ത് കിടപ്പുണ്ടായിരുന്നു, അങ്ങനെ ഞാൻ അവിടെ നിന്ന് എടുത്തതാണ്. എടുത്ത വഴിക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത ചോദ്യമാണ്, ആരോട് ചോദിച്ചിട്ടാണ് ഈ കല്ലെടുത്തത്?
ഞാൻ വല്ലാതെ ആയിപ്പോയി. ഒരു കല്ല് മുറ്റത്തുനിന്ന് എടുക്കാൻ ആരോടെങ്കിലും ചോദിക്കണം. അതും ഒരു ഉപകാരമില്ലാത്തൊരു കല്ല്, ഒരു ചെറിയ കല്ല്, കാണാനൊരു ഭംഗിയുണ്ടെന്ന് മാത്രം. ആരോട് ചോദിച്ചിട്ടാണ് എടുത്തത്? ഞാൻ പറഞ്ഞു ആരോടും ചോദിച്ചില്ല, അത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി എടുത്തതാണ്. എന്നിട്ട് ഇതും പോക്കറ്റിൽ വെച്ചാണോ നീ നിസ്കരിച്ചത്? അപ്പൊ ഞാൻ പറഞ്ഞു അതെ. എങ്കിൽ ആ പള്ളിയിൽ പോയി ആ കല്ല് ആ മുറ്റത്തിട്ടിട്ട് രണ്ടാമത് നിസ്കരിച്ചിട്ട് ഇവിടെ തിരിച്ചു വരാൻ പറഞ്ഞു. ഞാൻ വല്ലാതെ ആയിപ്പോയി. കാരണം ഒരു നിസ്സാരമായ കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ആ നിസ്സാരമായ കാര്യത്തിന് വലിയൊരു ശിക്ഷ. അത് കൊണ്ടുപോയി ഇനി കുറെ ദൂരെയുള്ള പള്ളിയിൽ കൊണ്ടുപോയി ഇട്ട് നിസ്കരിച്ച് തിരിച്ചു വരണം. ഞാൻ വല്ലാതെ ടെൻഷനായി. എനിക്കാണെങ്കിൽ വലിയ പരിചയവുമില്ല ആ സ്ഥലമൊന്നും. ഉടൻ തന്നെ എൻ്റെ കൂടെ ഒരാളെ അറേഞ്ച് ചെയ്ത് അങ്ങനെ പള്ളിയിലേക്ക് വന്ന് ആ കല്ല് ആ മുറ്റത്തിട്ട് ഞാൻ തൗബ ചെയ്ത് അവിടെ നിന്ന് നിസ്കരിച്ച് വന്നു. തിരിച്ചു വന്നപ്പോൾ എന്നോട് പറഞ്ഞ് ഒരു സാധനവും ആരുടെയും അനുവാദം കൂടാതെ എവിടെ നിന്നും എടുക്കാൻ പാടില്ല. അവരുടെ സമ്മതത്തോടു കൂടിയേ എന്തും എടുക്കാൻ പാടുള്ളൂ, അല്ലാതെ ഒന്നും എടുക്കാൻ നമുക്ക് അവകാശമില്ല. അന്ന് കിട്ടിയൊരു വലിയ പാഠമാണ്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് പുതിയ പുതിയ അറിവുകൾ പകർന്നു തന്ന ആ ഉസ്താദിന്റെ ഓരോ ദിനങ്ങളും തോട്ടത്തുംപടിയിൽ വലിയ ചർച്ചകൾക്ക് വിധേയമാവുകയും ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കുകയും അതുപോലെ തന്നെ വിശ്വാസികൾ ധാരാളം അദ്ദേഹത്തിന്റെ പുറകിൽ കൂടുകയും ഒക്കെ ചെയ്തുകൊണ്ട് ആ നാട്ടിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച വിഷയവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഇടയിൽ ഓർമ്മ വന്നൊരു കാര്യമാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചത്. അദ്ദേഹം അവിടുന്ന് രാജിവെച്ചു പോയി. ഞങ്ങളെല്ലാവരും വലിയ വിഷമത്തിലായി. അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാൻ എന്ത് ചെയ്യും, കൊണ്ടുവന്നാൽ എവിടെ നിർത്തും, അങ്ങനെയൊക്കെയുള്ള വല്ലാത്തൊരു വിഷമകരമായ ഒരു അവസ്ഥ നിലകൊള്ളുന്ന ഒരു സന്ദർഭത്തിൽ ഇതുപോലെ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഒരു ചായക്കടയിലേക്ക് നടക്കുകയാണ്. അപ്പോൾ ആ നടക്കുന്നതിന് മുന്നോടിയായിട്ട് അതിൻ്റെ 2 ദിവസം മുമ്പ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മുഹമ്മദ് അലി സാഹിബ് അവരുടെ വീട്ടിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടുകയും നമ്മളിൽ നിന്നും പോയ ഖത്തീബിനെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരാനുള്ളൊരു മാർഗമുണ്ടാക്കണമെന്നുള്ളൊരു ചർച്ച അവിടെ അരങ്ങേറിയപ്പോൾ എന്തോ ആദ്യമായിട്ട് ഞാൻ എഴുന്നേറ്റ് നിന്ന് ഒരു പ്രസംഗം പോലെ പറഞ്ഞു, നമ്മൾ എന്തെല്ലാം ഇത് ചെയ്താലും ശരി, നമ്മൾ എന്തെല്ലാം കാര്യങ്ങളിൽ നമ്മൾ എന്തെല്ലാം വിഷയങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും നമ്മുടെ ഉസ്താദിനെ നമ്മളിവിടെ തിരിച്ചു കൊണ്ടുവരും എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ രാത്രി അവിടെ നിന്ന് പിരിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഈ പറയുന്ന ചായക്കടയിലേക്ക് ചായ കുടിക്കാനായിട്ട് വരുമ്പോൾ, അറഫ എന്ന് പറയുന്ന ഹോട്ടലിലേക്ക് ചായ കുടിക്കാൻ വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കുഞ്ഞുമോനും ഫൈസലും അവിടെ ഉണ്ടാവുകയും അവരെ കാണുകയും അവരായിട്ട് ചായ കുടിക്കുകയും അവർ പതിവില്ലാതെ തന്നെ മുഹമ്മദ് അലി സാഹിബിന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും, അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനില്ല, എനിക്ക് ജോലിക്ക് പോകണം. ഇല്ല, നീ അവിടം വരെ വന്നേ പറ്റൂ. അവർ വല്ലാതെ നിർബന്ധിച്ചു. അങ്ങനെ അവിടെ ചെന്നു. അങ്ങനെ മമ്മാലിക്ക വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ട്. അവിടെ ഒരു ചാരു കസേരയുണ്ട്, അതിലാണ് പുള്ളി ഇരിക്കാറ്. അങ്ങനെ കയറി വന്ന് വളരെ സന്തോഷത്തിൽ ചിരിച്ചു, സംസാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു അകത്ത് പോയിട്ട് എൻ്റെ തീപ്പെട്ടി അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ പുള്ളി ബീഡിയൊക്കെ വലിക്കുന്ന കൂട്ടത്തിലാണ്. അകത്ത് മുറിയിൽ തീപ്പെട്ടി ഒന്ന് എടുത്തിട്ട് വരാൻ പറഞ്ഞു. ഞാൻ ആ തീപ്പെട്ടി എടുക്കാൻ അകത്തേക്ക് ചെന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം കട്ടിലിൽ പുള്ളി കിടക്കുകയാണ്. ഞാൻ വല്ലാതെ അത്ഭുതപ്പെട്ടു. അവരെല്ലാവരും ചിരിച്ചു. നീ ഇന്നലെ പറഞ്ഞു ഇവിടെ കൊണ്ടുവരുമെന്ന്, ആളിന്നലെ രാത്രി തന്നെ ഇവിടെ എത്തി. അപ്പോൾ വലിയ സന്തോഷമായി. അങ്ങനെ കുറെ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അന്നത്തെ ഒരു ദിവസം അങ്ങനെ കടന്നുപോയി. സത്യത്തിൽ അവിടെ ഉള്ളപ്പോൾ ഒരു ഉത്സവമായിരുന്നു, വലിയ ആനന്ദമായിരുന്നു. അങ്ങനെ അവിടെ ഇരുന്നു കൊണ്ട് സംസാരങ്ങളെല്ലാം നടത്തി അങ്ങനെ അദ്ദേഹം വീണ്ടും അവിടെ നിന്ന് യാത്ര പറഞ്ഞ് പുറപ്പെട്ടു പോയി. പിന്നീട് ആഴ്ചയിലൊരിക്കൽ വരുന്ന തങ്ങളായിരുന്നു പിന്നെ ഞങ്ങളുടെ എല്ലാ സ്നേഹങ്ങളും പങ്കുവെക്കുന്ന തങ്ങളുമായിട്ടായിരുന്നു. ആഴ്ചയിലൊരിക്കൽ തങ്ങൾ വരും, ഞങ്ങളെ ആശ്വസിപ്പിക്കും, സമാധാനപ്പെടുത്തും. അങ്ങനെ ആ കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ തോട്ടത്തുംപടി ജമാഅത്തിൽ നടന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ആ തോട്ടത്തുംപടി മഹലിന് ഒരു മറ്റൊരു പള്ളി കൂടിയുണ്ട്, ഹൈവേ മസ്ജിദ് എന്ന് പറയും. ഹൈവേ മസ്ജിദിലെത്തിയ ഖത്തീബും, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹൈവേ മസ്ജിദിൽ ഇന്നും ആ ഖത്തീബ് നിലകൊള്ളുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്കിൽ പിന്നെ ഞാൻ ആ പള്ളിയിൽ പോയിട്ടില്ല.
കാരണം പിന്നീട് ആ സ്ഥലത്തു നിന്നൊക്കെ ഞാൻ താമസം മാറിയൊക്കെ പോന്നു. ആര് ഖത്തീബാണ്, എന്താണ് അവിടുത്തെ കമ്മിറ്റി ഒന്നും എനിക്കറിയില്ല. കാരണം പിന്നീട് അവിടെ കയറിയിട്ടില്ല, കയറാൻ തോന്നിയിട്ടുമില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, കാരണം അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സ് അറിയാതെ ആ ഒരു ചിന്തകളിലേക്ക് കടന്നു പോകും, അതിൻ്റെ വേദന ഉണ്ടാകും. അപ്പൊ ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് നമ്മളെ പഠിപ്പിച്ചു തന്ന ഇൽമുകൾ, അറിവുകൾ ഒക്കെ ഈ കാണുന്ന ഇവിടെ നടക്കുന്ന ആലിമ്യങ്ങൾ നടത്തുന്ന വർഗീയപരമായ പരാമർശങ്ങൾ പോലെയല്ല, മറിച്ച് അവര് നമ്മളെ പഠിപ്പിച്ചത് മനുഷ്യനെ സ്നേഹിക്കുന്ന ആത്മാർത്ഥമായിട്ടുള്ള ബന്ധങ്ങളാണ് പഠിപ്പിച്ചത്. അവിടെ ചെറിയവനെന്നോ വലിയവനെന്നോ ഇല്ലാതെ എല്ലാവരും ഒരേപോലത്തെ ഒരേ മനസ്സോടുകൂടി വളരെ സന്തോഷത്തിൽ കഴിഞ്ഞു പോകുന്ന ആ നിമിഷങ്ങളൊക്കെ നമുക്കൊരിക്കലും മറക്കാൻ കഴിയുന്നതല്ല. അപ്പൊ സൂഫിസത്തിന്റെ റൂട്ട് എന്ന് പറയുന്നത് ആരെയും കൊല്ലലും പിടിക്കലും ഉപദ്രവിക്കലൊന്നുമല്ല. സൂഫിസം എന്ന് പറഞ്ഞാൽ ഏതൊരു മനുഷ്യന്റെയും ഉള്ളിലെ ചിന്താഗതികളെ, താൻ മരിക്കാനുള്ളവനാണെന്നുള്ള ബോധം അവനിൽ ഉടലെടുപ്പിക്കലാണ് സൂഫിസത്തിന്റെ റൂട്ട്. ആ ഒരു ചിന്ത അവനിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനോടും അവനിക്ക് താല്പര്യമില്ല, ഒന്നിനോടും അവനിക്ക് ദേഷ്യമില്ല, ഒന്നിനോടും അവനിക്ക് പ്രതികാരമില്ല. കാരണം ആഗ്രഹങ്ങളാണല്ലോ നമ്മളെ നാശത്തിലാക്കുന്നത്. നമ്മുടെ ആഗ്രഹങ്ങളാണ് നമ്മൾക്ക് പലതും നേടാൻ തോന്നുന്നത്. പക്ഷെ നേടുന്നതെല്ലാം നമുക്ക് എത്ര നാൾ സ്വന്തമാക്കി കയ്യിൽ വെക്കാൻ പറ്റും? നമ്മളത് ഉപേക്ഷിച്ച് പോകേണ്ടവരാണ്. അപ്പൊ അത്തരം കാഴ്ചപ്പാടാണ് സൂഫിസത്തിന്റെ മേഖലയിലൂടെ, സൂഫി മേഖലയിലൂടെ നമുക്ക് കിട്ടിയ അറിവ്. അതുകൊണ്ട് നമുക്കൊന്നും നേടാൻ തോന്നിയില്ല, ഒന്നും നേടാൻ തോന്നിയിട്ടില്ല. നമ്മളിലേക്ക് എന്തൊക്കെ വരുന്നോ അത് അനുഭവിക്കുന്നു. ചിലപ്പോൾ നല്ലത് വരും, ചിലപ്പോൾ ചീത്ത വരും, ചിലപ്പോൾ അങ്ങനെ പല ചീത്തപ്പേരുകൾ കേൾക്കും, ചിലപ്പോൾ നല്ല പേര് കേൾക്കും. ഇതൊക്കെ സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിൽ നമ്മളെ അന്വേഷിച്ച് കിട്ടുന്നതല്ല, അത് അറിയാണ്ട് വന്ന് വീഴുന്നതാണ്. അപ്പൊ ഞാൻ തന്നെ പല സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. എനിക്കറിയാത്ത പല മുഖങ്ങളെയും ഞാൻ കണ്ടിട്ടുണ്ട്. പലരുമായിട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചില സമയത്ത് ആലോചിക്കും, ഇവരുടെ ഇടയിലേക്കൊക്കെ ഞാൻ എന്തിനു കടന്നുപോയി, ഇവരെയൊക്കെ എങ്ങനെ പരിചയപ്പെട്ടു, ഇവരിൽ നിന്ന് എന്തിനാണ് ഞാൻ വിഷമങ്ങൾ അനുഭവിച്ചത്, ഇവർക്ക് നേരെ എന്നെ കൊണ്ട് എന്തിനാ പ്രയാസങ്ങൾ ഉണ്ടായത് ഒക്കെ ഞാനിരുന്ന് ആലോചിക്കാറുണ്ട്. കാരണം എറണാകുളം ടൗണിൽ ജനിച്ചു വളർന്ന ഞാൻ, എൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് ഒരു സിനിമ സംവിധായകനാകുക, അല്ലെങ്കിൽ ഒരു തിരക്കഥാകൃത്താകുക, ഇതായിരുന്നു എൻ്റെ സ്വപ്നം. ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ വന്ന് ഇതിൻ്റെ ഇടയിൽ വീണത്. അപ്പൊ അതുമായി മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ ജീവിതത്തിൽ നമ്മൾ അറിയാത്ത പല സംഭവങ്ങളും നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട് വന്നു. അങ്ങനെ പല പ്രയാസങ്ങളും പല വിഷമങ്ങളും കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അങ്ങനെ പോയി തന്നെ കൊണ്ടിരിക്കുന്നു. എങ്കിലും അതിലൊന്നും മാനസികമായിട്ട് പ്രയാസപ്പെടുന്നില്ല. കാരണം നമ്മുടെ ശരീരം നമ്മുടേതല്ല, അത് മറ്റാരോ നിയന്ത്രിക്കുന്നു. ഇതാണ് സൂഫിസത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ആ നിയന്ത്രണത്തിന്റെ ഉടമസ്ഥനോട് നമ്മൾ എന്നും പാശ്ചാത്താപം നടത്തുന്നു. ഈ വണ്ടി കറക്റ്റ് റൂട്ടിൽ ഓടിച്ചു കൊണ്ടുപോണേ, ഇടക്ക് മുതലിൽ തട്ടും, ഇടക്ക് അവിടെ തട്ടും, ഇവിടെ തട്ടും, ചെറിയ സ്ക്രാച്ചൊക്കെ വരും, അത് വീണ്ടും പെയിന്റ് അടിച്ച് പോളിഷ് ചെയ്ത് പിന്നെയും ഓടും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആർക്കും ഒരു വിഷമം വരാതെ, നമ്മളിൽ നിന്ന് എന്തെങ്കിലും അബദ്ധങ്ങൾ ഉണ്ടായി പോയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം മനസ്സുകൊണ്ട് പാശ്ചാത്താപം നടത്തി അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. കടന്നു പോകുന്ന വഴികളിൽ കണ്ടുമുട്ടിയ കുറേ മുഖങ്ങളുണ്ട്. അതിൽ ഒരു വ്യക്തി, എനിക്കിന്നും മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തി, കാരണം 10 രൂപ കയ്യിലില്ലാതെ മാനസികമായി പ്രയാസം അനുഭവിച്ച സമയത്ത്, വല്ലാതെ പ്രയാസപ്പെട്ട സമയത്ത്, പോക്കറ്റിൽ ഒരു 5 രൂപ പോലും എടുക്കാനില്ലാതെ പ്രയാസപ്പെട്ട ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ 1000-ന്റെ നോട്ടെടുത്ത് കയ്യിൽ തന്നുകൊണ്ട്, നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞ ഒരു മഹൽ വ്യക്തി. ഇന്നും ഹൃദയത്തിൽ ആ വ്യക്തിയുടെ മുഖമുണ്ട്. ആ വ്യക്തിക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്, ആ വ്യക്തിയുടെ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. എങ്കിലും ചില കാരണങ്ങൾ കൊണ്ട് മാനസികമായി അകലേണ്ടി വന്നു. അതിനെല്ലാം ഓരോ കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ജീവിതത്തിൽ ഇങ്ങനെ നമ്മൾ യാത്ര ചെയ്തു പോകുമ്പോൾ നമ്മൾ അറിയാത്ത മുഖങ്ങൾ ധാരാളം കടന്നു വന്നു. തെറ്റും ശരിയും ഒക്കെ കടന്നുകൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്ത് കടന്നു വന്നത്. ഉണ്ടായിപ്പോയ ഓരോ കാര്യങ്ങളും നമ്മളുടെ മനസ്സ് അറിഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങളല്ല, എല്ലാം യാദൃശ്ചികമാണ്. അപ്പൊ ആ യാദൃശ്ചികങ്ങളെല്ലാം നമ്മൾ നോക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് തൊട്ട് പിന്നീടുണ്ടായ പ്രവാചകന്മാർ വരെ, അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്കും എന്തെല്ലാം പീഡനങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും
അള്ളാഹുവിനെ ആര് സ്നേഹിക്കുന്നു അവനിക്ക് അള്ളാഹ് കൊടുക്കുന്നത് മാരകമായ വേദനയാണ്, മാരകമായ ടെൻഷനാണ്, മാരകമായ പ്രയാസങ്ങളാണ്. കർത്താവിനെ കുരിശിൽ തറച്ചു, റസൂലിനെ എന്തെല്ലാം തരത്തിൽ ഉപദ്രവം നടത്തി. എന്തിനേറെ പറയുന്നു, നമ്മളെല്ലാം വളരെയധികം സ്നേഹിക്കുന്ന മഹാനായ CM വലിയുല്ലാഹി ഭ്രാന്തിൽ നിന്നുള്ള വിളി കേട്ടു. ഇന്ന് ഭ്രാന്തെന്ന് വിളിച്ചവരൊക്കെ ഇരുന്ന് അവരുടെ പേര് സലാത്തും ചെല്ലുന്നുണ്ട്. അത് വേറൊരു രസകരമായ കാര്യം. സ്വന്തം വീട്ടുകാർ പോലും മോന് അബൂബക്കറിന് ഭ്രാന്താണെന്ന് പറഞ്ഞവരാണ്. ഇന്ന് ആ വീട്ടിൽ ദിക്ർ ഹൽക്ക നടക്കുകയാണ്. അപ്പൊ ഇതെല്ലാം മാറി മറിയും ഇൻഷാ അല്ലാഹ്. കാലം എല്ലാം മാറ്റിമറിക്കും. പരിഹസിച്ചവർ തിരിച്ചു പറയുന്ന കാലം വിദൂരമല്ല. അതിനെല്ലാം ഓരോ സംഭവങ്ങൾ കടന്നു കടന്നു വരും. അള്ളാഹു നാം ഏവരെയും നല്ല ചിന്താഗതിയിലും നല്ല മനസ്സിന്റെ ഉടമകളാക്കിയും നമ്മുടെ ഉള്ളിൽ കടന്നുകൂടുന്ന മുസീബത്തുകളെല്ലാം നീക്കി നമുക്ക് നല്ല ചിന്താശക്തിയും നമ്മുടെ കുടുംബത്തിൽ നമ്മളോടൊപ്പം നിൽക്കുന്നവർ നമ്മുടെ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കാനും, അതുപോലെ തന്നെ നമ്മുടെ മക്കളും നാളെ നമ്മളൊക്കെ മൺമറഞ്ഞു പോയാൽ നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കുന്നവരായി നിൽക്കുന്നവരായി മാറട്ടെ എന്നും ഒക്കെ പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞുപോയ ജീവിതത്തിനിടയിൽ കണ്ടുമുട്ടിയ മുഖങ്ങളും വേദനകളും യാതനകളും പരസ്പരം മറിഞ്ഞും മറിയാതെയൊക്കെ ഉണ്ടായിപ്പോയ എല്ലാ യാതനകളും വേദനകൾക്കെല്ലാം എല്ലാവർക്കും വേണ്ടി പാശ്ചാത്താപം തേടുകയാണ്. അള്ളാഹു എല്ലാ കുടുംബങ്ങൾക്കും സർവൈശ്വര്യം നൽകട്ടെ. അവർക്കെല്ലാം എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അവർക്കെല്ലാം കരകയറ്റം നൽകട്ടെ. അള്ളാഹ്. അപ്പൊ ഇന്നത്തെ വിഷയം ഞാൻ ഇവിടെ തൽക്കാലം നിർത്തുകയാണ്. കാരണം ശാരീരികമായിട്ട് വളരെയധികം ക്ഷീണമുണ്ട്. 2-3 ദിവസമായിട്ട് പനി പിടിച്ചിട്ട് ഇരിക്കുകയായിരുന്നു. എങ്കിലും പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് പോകാനാണ് ആഗ്രഹിക്കുന്നത്. റോട്ടിലേക്ക് ഇറങ്ങി നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലേറ് ഉറപ്പാണ്. കാരണം തിരിച്ചറിയാത്ത ജനങ്ങളിലേക്ക് ഇറങ്ങിയാണ് നമ്മൾ സംസാരിക്കേണ്ടത്. നമ്മുടെ പ്രവർത്തനങ്ങൾ ഏത് തരത്തിലൊക്കെ ആകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതെല്ലാം മറ്റുള്ളവർക്ക് വേദനയായിത്തീരും. ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആർക്കും ഒരു ഉപദ്രവമില്ലല്ലോ. അതുകൊണ്ട് കേൾക്കുന്നവരും മനസ്സിലാക്കുന്നവരും അവർക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധി അല്ലാഹു തആല നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി നാളെ സംസാരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.